പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വാസസ്ഥലം എത്രയോ മനോഹരം. എൻ്റെ ആത്മാവ് അങ്ങയുടെ അങ്കണത്തിലെത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവമേ, അങ്ങിൽ ആനന്ദം കൊള്ളും. ഈ ആനന്ദത്തിൽ നിറഞ്ഞു ജീവിക്കുവാൻ ഒരു പുതിയ പ്രഭാതം നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവെ, ഞാനങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളെ ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യരുടെ പാരമ്പര്യം മുറുക്കെ പിടിക്കുന്നവരെ ഇന്ന് കർത്താവ് ശാസിക്കുക. നിങ്ങളുടെ പാരമ്പര്യം പാലിക്കുവാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പനകൾ അവഗണിക്കുന്നു. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, മാതാവിനെ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന മോശയുടെ കൽപ്പനയെ നിങ്ങൾ ധിക്കരിക്കുന്നു. നിങ്ങൾക്കെന്നിൽ നിന്ന് ലഭിക്കേണ്ട കുർബാൻ, അതായത് വഴിപാടെന്ന് പറഞ്ഞാൽ മാതാവിനോടോ പിതാവിനോടോ പിന്നെ ഒരു കടമയും ഇല്ല എന്ന് വാദിക്കുന്നവരെ കുറിച്ചാണ് ഇന്ന് കർത്താവ് പറയുക. ദൈവകൽപ്പനകളെ ലംഘിക്കാതെ നിങ്ങൾ ജീവിക്കുവാനായിട്ടുള്ളൊരു വിളി ഞങ്ങൾക്ക് ഇന്ന് നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. വിശുദ്ധ പീറ്റർ ക്രിസോളഗസ് മെത്രാൻ വേദവരംഗത്തിൻ്റെ ഈ തിരുനാൾ ഇന്ന് തിരുസഭ ആഘോഷിക്കുമ്പോൾ സ്വർണ്ണ വജസ് എന്നർത്ഥമുള്ള ഈ പുണ്യവാൻ വിജാതീയ സംവിധാനങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും താതാമ്യപ്പെട്ട് ജീവിക്കുന്ന ജനത്തിന് നേർവഴി കാട്ടുവാനായി ബോധ്യങ്ങൾ ഉളവാക്കുവാനും ചെറുപ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ക്രിസ്തുവിൽ ഏക സ്വഭാവമുള്ളവനായ നാം ഓരോരുത്തരും ഏകീഭവിച്ചുകൊണ്ട് അവനിൽ ഒന്നായി തീരുവാൻ വിശ്വാസത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും നമുക്ക് കഴിയണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കണം. ഈ മെത്രാൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: നിങ്ങൾ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുക, വിരക്തിയുടെ അരപ്പട്ട മുറുക്കുക, ക്രിസ്തുവായിരിക്കട്ടെ നിങ്ങളുടെ ശിരോആവരണം, നിങ്ങളുടെ മുഖത്തിൻ്റെ സംരക്ഷണം ക്രൂശിത രൂപമാകട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ സൗരഭ്യം സദാ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ എന്ന്. നല്ല ഈശോയെ, ഈ പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുവാൻ, വിരക്തിയുടെ അരപ്പട്ട മുറുക്കുവാൻ, ക്രിസ്തുവാകുന്ന ശിരോവസ്ത്രം ധരിക്കുവാൻ, കുരിശ് ഞങ്ങളുടെ മുഖത്തിൻ്റെ സംരക്ഷണമായിരിക്കുവാൻ, ദിവ്യവചസ് കൊണ്ട് ഞങ്ങൾ നിറയുവാൻ. കർത്താവെ, ദൈവസ്നേഹം കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സാന്മാർഗിക ബോധ്യവും വിദ്യാഭ്യാസവുമാണെന്ന് ഈ വിശുദ്ധൻ ഞങ്ങളെ പഠിപ്പിച്ചു. ബോധ്യമില്ലാതെ ജീവിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കും. വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിക്കുവാനും ദൈവകൃപയുടെ നിറവായി മാറുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതാ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. നിൻ്റെ കാരുണ്യവും സ്നേഹവും ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ ഈ ദിവസത്തെ സമർപ്പിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നണഞ്ഞ് എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ.